கொஞ்சம் மைனாக்களே கொஞ்சம் மைனாக்களே என் குரல் கேற்று ஒன்று கூறுங்கள். அட இன்றே இனி வேணும் என் தீபாவளி பண்டிகை இன்றே வர வேண்டும். ആ പാട്ടൊക്കെ പാടിയതാണല്ലോ ജോലി ചെയ്യണം. ഭയങ്കര നല്ല മൂഡിലാന്ന് തോന്നുന്നു. ஆமாண்டா நல்ல மூட்ல இருக்கு. டேய் லிச்சுவை ரொம்ப மிஸ் பண்றேன். அவளோட பாட்டு സോങ് സെലക്ഷൻ അസലാ പാടുവാ. എന്റെ ലച്ചു മാത്രമേ പാടത്തുള്ളൂ. ഈ വീട്ടിൽ കൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പം നോക്കിയാലും പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന എന്റെ കാര്യം എന്താ പറയാത്ത? ഞാൻ എന്ത് പാടൂല്ലേ? അന്തര വൃത്തില്ലോ ആന്റി? വേണ്ട சாமி நீ பாட வேண்டாம். உன்னோட பாட்டு நினைச்சாலே எனக்கு பாட்டு கேட்கவே தோணாது. ആഹാ വേണ്ട ആന്റി ചുമ്മാ ഇങ്ങനെ പറയല്ലേ കേട്ടാ. யாரு? ആരുമില്ല. அலீனா தானே? ரொம்ப நாளாச்சுடா பார்த்துட்டு. பேசு பேசு. ഹലോ അലീന മാഡം, എന്താണ് എവിടാണ്? സുഖമായിട്ടിരിക്കണോ? ഓ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണോ വീട്ടില്. നീ എവിടെ? ഓ ബാംഗ്ലൂര് പോയാ? എല്ലാരും എന്താ മെർലിനാ? മെർലിൻ ഇവിടെ വന്നായിരുന്നു അല്ലേ? അല്ലേ കനകാന്റി? ആ മെർലിന് എന്തോ കുറെ ദിവസം മുമ്പ് കണ്ട് ഇവിടെ വന്നെന്ന് തോന്നുന്നു. ആ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ അങ്ങ് താൻ തിരക്കിലായിരിക്കും വിചാരിച്ച് വിളിച്ചില്ല. അതെ അലീന, ഞാൻ വിളിക്കാവേ, ഒരു 5 മിനിറ്റ് ഇപ്പൊ വിളിക്കാവേ. ഇപ്പൊ വിളിക്കാം. ഈ രോഹന്റെ അമ്മ കിടന്ന് വിളിച്ചോണ്ടിരിക്കണു. എടുടാ പാര് എന്നെ തിരിച്ചു വിളിക്കാം. ഞാൻ നിனைச்ச മെർലിന്. ആടാ പറയടാ കുഞ്ഞിപ്പപ്പി. ഓ പാറുവിനെ വിളിക്കല്ലോ. ഓ നിന്റെ കുഞ്ഞിപ്പപ്പി വിളിക്കണ സംസാരിച്ച്. ചേട്ടാ ഞാൻ ബിസിയാന്ന് പറ. സംസാരിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞ പിന്നെ വിളിച്ചോണ്ടേ ഇരിക്കും. ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ പറ്റൂല്ലേ? ഞാൻ സംസാരിക്കൂല, ചേട്ടാ കട്ടി. എനക്ക് എടാ മക്കളടേ കുഞ്ഞിപ്പപ്പി ചിക്കുവാവയ്ക്കേ നിന്നോട് ഇപ്പൊ പാറു അല്ലേ? പാറു ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ അവളിപ്പൊ പുറത്തോട്ട് പോയടാ. ഞാൻ വിളിച്ചപ്പോ അവളിങ്ങോട്ട് വന്നിട്ട് നിന്നിട്ട് അവള് പുറത്തോട്ട് പോയി. ഞാൻ അവള് തിരിച്ചു വരുമ്പോ അവളടുത്ത് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അവളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. ശരി. ചേട്ടൻ എന്തിനാ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞേ? ഓരോരുത്തർക്ക് വാക്ക് കൊടുക്കുന്നേ. നിനക്ക് നീ എന്തിനു കണ്ടിട്ടാണ് ഈ ചാടാണ്? എനിക്ക് മനസ്സിലാവണില്ല. പാറു നീ എവ്വളോ വാട്ടി പേസിயிருக்க, ഇപ്പൊ എന്നാച്ചു ഉനക്ക്? വിളി അവനെ, ഫോൺ വിളി. ഞാൻ വിളിക്കൂല. ഫോൺ വിളിയേ. ഇല്ലാന്ന്. ഇല്ലേ? ഇല്ല. ഉറപ്പാണോ? നീയേ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കണം എന്നോട് എന്റെ ഫോണും ചോദിച്ചോണ്ട് വാ. அது என்ன பாரு, കുഞ്ഞി പപ്പിയും ചിക്കുവാവയും സണ്ട പെട്ടീங்களா? ആന്റി ചിക്കാവെന്നൊന്നും എന്നെ വിളിക്കണ്ട. ചിക്കാവെന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ചിക്കാവ എന്നെ ചിക്കാവെന്ന് വിളിക്കണ്ട, പാറെന്ന് വിളിച്ചാൽ. അയ്യോ ഇതെന്തു പറ്റി? എന്റെ പാറക്കുട്ടി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. കുഞ്ഞിപ്പപ്പി ഫോൺ വിളിച്ചു. ചിക്കുവാവ പിണക്കത്തിലായതുകൊണ്ട് കുഞ്ഞിപ്പപ്പിയുടെ ഫോൺ നിരസിച്ചു. അയ്യോ പാവ കുഞ്ഞിപ്പപ്പി, ഇനി ഞാൻ എങ്ങനെ ചിക്കുവാവയെ വിളിക്കും? ചിക്കുവാവ പിണങ്ങിയല്ലോ. ഞാൻ ഇനി എങ്ങനെ പാപ്പം കഴിക്കും? പാപ്പം കഴിച്ചില്ല, പൊപ്പടി കഴിച്ചില്ല. അയ്യോ കുഞ്ഞിപ്പപ്പി. ചേട്ടാ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അവന് പഠിക്കണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പഠിക്കണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അല്ലേ ഇതെന്തു പറ്റി? ഇതുവരെ ഇല്ലാത്ത ഒരു താല്പര്യം പഠിക്കാൻ. മനസ്സിലായില്ല? ഇത് വെറും ഷോ.
அதுதான் நானும் யோசிக்கிறேன். அவங்க ரெண்டு பேரும் ரொம்ப திக் ஃப்ரெண்ட்ஸ் தானே, என்ன இருக்கும்? അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴായിരിക്കും രോഹൻ അവളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായത്. എവള് വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ അവളുടെ തരക്കാരുമായിട്ട് എങ്ങനെ ആയിരിക്കും? ക്ലാസ്സിലെ ഗുണ്ടാ, ആലോചിച്ച് നോക്ക്. സംഭവം അവൾ അവനെ എടുത്തിട്ട് ഇടിച്ചു വല്ലതും കാണും, എന്നിട്ട് അവള് തന്നെ ചാട കാണിക്കണായിരിക്കും. ഉറപ്പല്ലേ അവളല്ലേ ആള്? അവള് തന്നെ ആയിരിക്കും ക്ലാസ്സിലെ ഗുണ്ട. ഇപ്പോഴേ ഇങ്ങനെ, അപ്പം വളർന്നു വരുമ്പോ എന്തായിരിക്കും? குண்டா பாரு. പാറു, നീ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് പടം വരച്ചോണ്ടിരിക്കുവാന്നോ? എല്ലാം വിദ്യയാന്നല്ലേ പറയുന്നേ. എന്ന് ആര് പറഞ്ഞു? അറിവുള്ളവര് പറഞ്ഞു. നാളെ ഞാൻ ഒരു ചിത്രകാരി ആവത്തില്ലെന്ന് ആരുണ്ട്. എന്തായാലും എല്ലാത്തിനും നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. പടവെഴുത്തുനിന്ന് കുറച്ച് കിട്ടി, പിന്നെ നേറ്റിങ്ങിൽ നിന്ന് കുറച്ച് കിട്ടി, ചോനാർത്തലയിൽ നിന്ന് കുറച്ച് കിട്ടി. ഒന്ന് പോവാൻ പോമേ. എൻ്റെ പൊന്നു മോളെ, നിന്നെ മിക്കവാറും ഞാൻ പടവലത്ത് കൊണ്ടുപോകും. നീയേ എൻ്റെ ശിക്ഷണത്തിലാണെങ്കിലേ ശരിയാവത്തുള്ളൂ. നല്ല ഭാവിയുള്ള കൊച്ചാണ്, വെറുതെ ഇല്ലാതാക്കരുത്. பாரு, നാരങ്ങ വെള്ളം. പിന്നെ ആന്റി വന്നതിന് ശേഷം പിന്നെ ജ്യൂസ്, പിന്നെ നാരങ്ങവെള്ളം, പിന്നെ ചായ, പിന്നെ പൊങ്കല്, ഇതെല്ലാം കിട്ടും. വേണ്ടേ, ഇങ്ങോട്ട് നോക്കിയേ. കനകാന്റി അങ്ങനെ അങ്ങ് സോപ്പിടണ്ട കേട്ടാ. ഞാൻ സോപ്പിട്ടല്ല, കാര്യം പറഞ്ഞതാ. ഇത് ആര് വന്നിരിക്കുന്നത്? ഹായ് രോഹൻ. ഹായ് ആന്റി. മക്കളെ രോഹ, പാടെ നടയട്ടെ. ഇവനെ എവിടെ നീട്ടി? അവന്റെ പപ്പ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. തന്നിട്ട് പോകാൻ ഇവന്റെ പപ്പയ്ക്ക് ഇവനെ വേണ്ടേ? പൊന്നു പാറുവേ, യവന്റെ പപ്പ എവനെയും കൊണ്ട് അവിടെ വന്നു. അപ്പൊ ഗേറ്റിന് അവിടെ ഞാൻ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവന്റെ പപ്പ എന്നെ എവനെ ഏൽപ്പിച്ചിട്ട് പോയി, അത്ര തന്നെ. என்ன பாரு, ரோஹன் வந்துட்டு உனக்கு சந்தோஷமே இல்லையா? രോഹം വരുമ്പോ ഞാൻ എന്തോ തുള്ളിച്ചാടണോ? സോറി, പാർവതി എന്റെ ഫോണിൽ സംസാരിക്കാത്തത്. എന്തിനാ സംസാരിക്കുന്നത്? നമ്മൾ സ്കൂളിൽ സംസാരിക്കാറില്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്രയും സംസാരിക്കാൻ എന്തുവാ? പാർവതി എന്താ സ്കൂളിൽ വെച്ച് സംസാരിക്കാത്തത്? അതെനിക്ക് തിരക്കായുണ്ടാ. തിരക്കാ? ബാക്കിയുള്ള ഫ്രണ്ടിനോട് സംസാരിക്കണമെന്നില്ല. അത് നിന്നോട് മാത്രം സംസാരിച്ചാൽ മതിയോ? ഇതെന്തരുത്, രണ്ടും കൂടെ അടിയുണ്ടാക്കിയ മുട്ട ഉണ്ടല്ലേ. ഞാൻ അടിയൊന്നും ഉണ്ടാക്കാറില്ല യേശുട്ടാ. അതെനിക്കറിയാം. ரோஹன், இந்த நாரங்க வெள்ளத்தை குடி. മോൻ കുടിച്ചാട്ടെ, കുടിക്ക്. മോന്റെ അച്ഛൻ എപ്പോ വരും? പപ്പ വൈകുന്നേരം വരും. ആഹാ, അപ്പൊ കൊറേ സമയം രോഹനോടെ കാണുമല്ലോ. കൊറേ സമയത്തിന് അവനോട് ഇരിക്കുന്നേ. என்ன பாரு இது, ரோஹன் இங்க இருந்தா சந்தோஷம் தானே. വെറുതെ പഠിക്കാനുള്ള സമയം പോവും. ഞാനിത് എന്തുവാ കേൾക്കുന്ന? അയ്യോ തലറങ്ങണേ, അയ്യോ അയ്യോ. മോന്റെ അച്ഛൻ എന്താ ഇങ്ങോട്ട് വരാഞ്ഞേ? പപ്പ തിരക്ക. ரோஹன், காலையில நீ ஏதா சாப்பிட்டியா? എടാ, ചോദിച്ചെന്തെന്ന് വെച്ചാല് നീ രാവിലെ വല്ലതും കഴിച്ചോ? കഴിക്കാൻ വല്ലതും വേണോ? ഞാൻ കഴിച്ച്. ഒരു സാധനം വെച്ചെടുത്ത് കാണൂലല്ലോ. അവളെന്താ കയറി വാതിലടച്ചേ? അവിടെ മിസൈല് തപ്പാൻ പോയത്. കുഞ്ഞു പപ്പി, നിനക്ക് പറ്റിയ കമ്പനി ഞാൻ തന്നെ. വാ, ഒരു മിനിറ്റ് ചേട്ടാ. കുഞ്ഞു പപ്പി വാ. ഈ കൊച്ചെന്താ ഇങ്ങനെ? ஏதோ சின்ன சண்டை போட்டிருப்பா, அவ்வளவுதான். ആ, ലച്ചുവും കൊച്ചിലെ ഇങ്ങനെയായിരുന്നു. പിണങ്ങിക്കഴിഞ്ഞാലേ പിന്നെ മിണ്ടാൻ വലിയ പാടാ. ரோஹன் வந்து நல்ல செல்லமான குழந்தைல.
എന്തരാണ് പരിപാടി? നീ കുറച്ച് നോർമലാവിടാ. ഇങ്ങനെ നീ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ നീ? എന്തരാണ് പരിപാടി? ഇനി 2 മാസം വെക്കേഷനൊക്കെയാണ്. എവിടെയെങ്കിലും പോകാൻ വല്ല പ്ലാൻ ചെയ്താ? പാറു എന്നെ പടലത്തോട്ട് കൊണ്ടുപോന്ന് പറഞ്ഞതാ. പടവലത്തോട്ടാ? ആ പറഞ്ഞല്ലാണ്ട് പടവലത്തോട്ട് കയറി പറഞ്ഞ എന്തിനാ? അവിടെ എന്താ ചെയ്യുന്നു? പടവലത്തോട്ടല്ലേടാ? നമുക്ക് പോവാ. പടവലത്തോട്ട് നമുക്ക് പോവാം കേട്ടാ. ഇനി എന്നെ കൊണ്ടുപോകാൻ തോന്നില്ല യേശുട്ടാ. കൊണ്ടുപോകാൻ തോന്നണില്ലെന്നാ? ആര് കൊണ്ടുപോകുന്നു? പാറു. പാറുവിനെ കൊണ്ടുപോകുന്ന നമ്മളല്ലേ? നമ്മൾ തന്നെ കൊണ്ടുവരിക്കും പോരെ? കുഞ്ഞിപ്പപ്പി മക്കളെ. എന്താ യേശുട്ടാ? മക്കളുടെ വിഷമം എന്തിരുന്ന് ചേട്ടൻ ഏറെക്കുറെ മനസ്സിലാവണുണ്ട്. കാരണം ഇതേ സംഘർഷാവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. 1 2 മക്കളെ നീ പറ, കുഞ്ഞിപ്പപ്പി ചിക്കുവാവയുമായിട്ടുള്ള പ്രശ്നം എന്താ? മക്കളെ നീ സങ്കടപ്പെടാൻ വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഡേ ഈ പ്രശ്നമൊന്നും നീ പറഞ്ഞില്ലേലും കുഴപ്പമില്ലടാ. എന്നാലും ഒന്ന് പറ. ഡേ മക്കളെ ചി വിഷമിക്കില്ലേ? കേശുട്ടാ, എന്റെ പ്രശ്നം എന്താ വെച്ചാലേ, പറ. ഞാനേ ആരുടെ അടുത്തും മിണ്ടിക്കൂടാ. പക്ഷെ അവൾക്കുണ്ടല്ല, പാറുവിന്, അവർക്ക് എല്ലായിടത്തും മിണ്ടാ. ഞാനേ പാറുവിനെ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിലേ അവൾക്ക് ദേഷ്യാവും. കേശുട്ടാ, കേശുട്ടന്റെ കാര്യം അറിയോ? അവള് 2 ദിവസമായി എന്നോട് മിണ്ടിയിട്ട്. അവള് ബാക്കി എല്ലായിടത്തും മിണ്ടും. ഇനി ഇങ്ങനെയാന്നാ അവള് പറയുന്നേ. എനിക്ക് പറ്റണില്ല യേശുട്ടാ. നമുക്ക് മിണ്ടിക്കേടാ, നീ സമാധാനപ്പെടും കേട്ടാ. നമുക്ക് സംസാരിപ്പിക്കാം. അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഓക്കെ അല്ലേ? എന്താട്ടാ? ഊട്ടി വന്നിട്ട് വിളിയാക്കാൻ നിൽക്കുന്നു. പാറു, നിന്റെ ക്ലോസ് ഫ്രണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ നീ അകത്ത് എന്ത് ചെയ്യാണ്? ചേട്ടാ എന്തടി? എന്തേ എന്റെ ക്ലോസ് ഫ്രണ്ട്സ്? ഓഹോ, കുരിപ്പേ കണ്ണൂർ നോക്ക്. അല്ല, ആരൊക്കെയാണ് നിന്റെ ക്ലോസ് ഫ്രണ്ട്സ്? ചേട്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഖദീജയും വിക്കിയുവാ. നീ പക്ഷെ നേരത്തെ ഇങ്ങനൊന്നും അല്ലല്ലോ പറയാറ്. നേരത്തെ വേറെ ആളായിരുന്നു, ഇപ്പൊ ഇവരാ. ഡേ മക്കളെ പാറുവേ, നീങ്ങ് വാ, ഇവിടെ വന്നിരി, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. നീ അത് മാത്രം എന്നോട് പറയില്ലേ? സംസാരിക്കാം. എനിക്ക് കുറെ പഠിക്കാനുണ്ട് കേട്ടോ. ചാടാണിക്കില്ലേ? കേശുട്ടാ, ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ എന്റെ പപ്പയെ വിളിച്ചോ, എന്നെ കൊണ്ടുപോവാൻ പറ പ്ലീസ്. പെട്ടെന്ന് വിളിക്ക്, കൊണ്ടുപോവാൻ പറ. என்ன பாரு இது? ரோஹன் வந்துட்டு இப்படி சண்டை போடுறது சரியா? நீ அவன் கூட போய் விளையாடு. അയ്യേ, ഇവന്റെ കൂടെ കളിക്കാനാ? ഞാനൊന്നുമില്ല, വേണമെങ്കിൽ ആന്റി പോയി കളിക്ക്. ആന്റി അടുത്ത് പോയി കളിക്കാനാ? പാറുവായി കൊറേ ആയി കേട്ടാ ചാട കാണിക്കണ്. ഇനിയും ചാട കാണിച്ച നീ വാങ്ങും. ചേട്ടാ, ചേട്ടന് അറിയാലോ, ഞാൻ പിണങ്ങിയതാ. അതാരും എന്ന് പറഞ്ഞാലും ഞാൻ കൂട്ടുകൂടൂല. என்ன பாரு இது? ரோஹனும் நீயும் திக் ஃப்ரெண்ட்ஸ் தானே? அவன் வந்துட்டு இந்த மாதிரி சண்டை போடுறது சரியா? நீ அவனையும் கூட்டி இங்க எல்லாம் சுத்தி பார்த்துட்டு வா. அதுதான் நல்லது. അതാണ് അബദ്ധമായത്. കേശുട്ടാ, എന്തായാലും ഈ വരുന്ന സൺഡേയില് ഖദീജയും വിക്കിയൊക്കെ ഇവിടെ വരും. അടിച്ചു പൊളിക്കാൻ. അപ്പോഴേ ചേട്ടൻ പാറമടയൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം. பாரு, அப்ப நீ ரோஹனை கூப்பிட மாட்டியா? എന്തിന്? നമ്മുടെ മൂഡ് അതോടെ പോവും. പിന്നെ ഒരു കാര്യം പറയാം, ദേവി ഇത് പപ്പയുടെ വണ്ടി കയറി ഇങ്ങ് വരരുത്. മകളുടെ കുഞ്ഞുപപ്പി,
എന്തേടാ ഡേയ് കരയണാ മക്കളെ ഡേയ് മക്കളെ കരയാടാ എടാ കരയല്ലേടാ. ഞാൻ കരയല്ല കേശുവേട്ടാ. പിന്നെ കരയല്ലേ കേട്ടാ, കണ്ണു പിന്നെ എന്തൊരു കലങ്ങിയിരിക്കണ്. മക്കളെ പിള്ളേരെ അങ്ങനെയൊന്നും കരയാൻ പാടില്ല. അഥവാ കരച്ചില് വന്നാലും കരഞ്ഞൂടാ. അവള് നിന്റെ ജാട കാണിച്ചാൽ നിനക്കെന്തര്, നീ തിരിച്ചതിന്റെ ഡബിൾ ജാടയും കാണിക്കണം. പ്രശ്നം കഴിയല്ലേ കേശുവേട്ടാ? എന്നെ പുറത്തുണ്ടോവോ പ്ലീസ്? എന്തിനടാ? എനിക്കിവിടെ ഇരുന്നിട്ട് പച്ചനല്ലേ കേശുവേട്ടാ. റോഹ എന്താ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു? ഒന്നുമില്ലേട്ടാ, ഇതിലോട്ട് നടക്കാനേ ഒരു മോഹം. കഴിഞ്ഞ ഇവന്റെ ഏകാന്തത. രോഹ 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 എന്താ കേശുവേട്ടാ? മക്കളെ നീ വിഷമിക്കണ്ടടാ. മക്കൾക്ക് ഈ ചേട്ടനുണ്ട്. ചേട്ടന്റെ ചിക്കുവാവില്ലല്ലോ. ഡേയ് ചിക്കുവാവെന്ന് പറയണ എന്റെ അനിയത്തിയാണ് കേട്ടാ. ചേട്ടൻ ചതിയത്ത് എന്നെ ചതിക്കുന്ന പ്രതീക്ഷിച്ചില്ല. ചതിച്ചെന്നാ?
നിന്റെ പപ്പ വരാൻ സമയമായില്ലേ? അവന്റെ പപ്പ വരുമ്പോ അവനെ ഞാൻ കൊണ്ട് വിട്ടോളാം. ചിക്കുവാവേ, ചിക്കുവാവേന്നാ എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി. പിന്നെ ക്ലാസ്സിൽ വരുമ്പോ എന്റെ പറയ നടക്കരുത്. നിന്റെ മുട്ടായി പിന്നെ നിന്റെ സ്റ്റിക്കറും ഒന്നും എനിക്ക് വേണ്ട. പാറുവേ കുറച്ച് ഓർല്ലേ. ചേട്ടൻ ഈ കാര്യത്തിന് ഇടപെടണ്ട. ரோஹன் நீ சாப்பாடு சாப்பிடல മക്കളെ ഡേ, നിനക്ക് വിശക്കണുണ്ടാ? ഫുഡ് വല്ലതും വേണോന്നാണ് ചോദിക്കണേ കനകേണ്ടി. എനിക്ക് വേണ്ട, പപ്പ ഇപ്പൊ വരും. വിശപ്പുള്ളവര് കഴിച്ചാ മതി, എന്തിനാ നിർബന്ധിക്കുന്നത്? பாரு என்ன பாரு இப்படி எல்லாம் சொல்ற? ആ റോഹാടേ, നിന്റെ പപ്പയെ തോന്നു കേട്ടോ. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ആന്റി ഞാൻ പോട്ടെ, പപ്പ അയക്കും. പപ്പയാണേ ദൈവമേ. என்ன பாரு இது இப்படி எல்லாம் சொல்ற? ആന്റിക്ക് എന്താ കുഴപ്പം? எனக்கு இல்ல குழப்பம், உனக்கு தான் குழப்பம். அம்மா, அவனோட அப்பா வந்திருக்காங்கன்னு நினைக்கிறேன். பாரு, அவன் போறான்ல, இப்பவாவது கொஞ்சம் அவன்கிட்ட பேசு. ഇല്ല. റോഹാടേ, നിന്റെ പപ്പ വന്നിട്ടുണ്ട്. പപ്പുവ ഡാ, നിനക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ അങ്കിളിനെ വിളിച്ച്. അപ്പൊ അങ്കിള് വേറെന്തോ ബിസി പരിപാടി ഉണ്ടോ. വാടാ, നീ ആരും സംസാരിക്കാൻ നിൽക്കണ്ട, വാ. പാറു ഞാൻ പോവുക. ആ, പാറു എന്നോട് ഇനി ഒരിക്കലും മിണ്ടത്തില്ലേ? മിണ്ടത്തില്ലെന്ന് ചോദിച്ചാ നോക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ച് നടക്കണം. പറ്റുമോ? പറ്റും. എന്നാ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉവ്വ. ഇനി മക്കള് പറയണത് മാത്രം അനുസരിച്ച് നടക്കണേ. ബൈ. ആ ബൈ. ആടാ. പാവം കുഞ്ഞിപ്പപ്പി. അയ്യാ, ഒരു ചിരി കണ്ടില്ലയോ? പിന്നെ ചിരിക്കാതെ എത്ര ജാട കാണിച്ചാലും പെൺകുട്ടികളുടെ അടുത്ത് അത് നടക്കൂല. ஜாடையா? என்ன ஜாடா? അതൊക്കെ അവനറിയാം. ഇനി തൊട്ട് കുഞ്ഞിപ്പപ്പി ഞാൻ പറയുന്ന കേട്ടനുസരിച്ച് നടക്കും. ഡേയ്, ഞാൻ പാമ്പെടുത്ത് ചെക്കനെ വെറുതെ വട്ടം കറക്കാൻ എന്തിന്? ചേട്ടനറിയോ, കുഞ്ഞിപ്പപ്പിക്ക് സ്കൂളിലെ വേറെ കുറെ കമ്പനികൾ. பாரு, யாருமா கம்பெனி அவனுக்கு? അപ്പുറത്തെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളായിട്ട്. அது யாரெல்லாம்? അനു, ആമി, അനിക, അങ്ങനത്തെ കുറെ പെൺകുട്ടികൾ. അതുകൊണ്ട് യേശോട്ടാ ഞാൻ അവനൊരു പണി കൊടുത്തേ.